മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട് വലിയ രീതിയിൽ മത്സരം കടുത്തോണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തില് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ആദ്യഘട്ടത്തിൽ തന്നെ പാലക്കാടൻ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനം കേട്ടോ. ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ എന്താണ് പാലക്കാടൻ ജനതയോട് പറഞ്ഞത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഏതായാലും പിഷാരടി പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്പം മുമ്പ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? പാലക്കാടൻ ജനതയോട് ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വിജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും. മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതൊക്കെ പാലക്കാടൻ ജനതയ്ക്ക് എന്തു ഉപകാര? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു നടനെ കൊണ്ടുവരും, അതും മമ്മൂട്ടിയെ കൊണ്ടുവരും. അതിലെന്ത് തേങ്ങയാ പാലക്കാടൻ ജനതയ്ക്കുള്ളത്? ഇതാണോ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട? ആദ്യമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മൂട്ടിയെ കൊണ്ടുവരും. പിന്നെ പിഷാരടിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെ ഇവിടെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ജനം ജോലി എടുത്തു ഓടിക്കൂലേ? അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് കുറച്ച് ടേമായിട്ട് പാലക്കാട് കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ചെയ്ത വികസനങ്ങൾ എന്തെങ്കിലും എണ്ണി പറയാൻ പിഷാരടിക്ക് ഈ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ സാധിച്ചിട്ടില്ല. ഓരോ സ്ഥലത്തും സാധിക്കുകയില്ല. കാരണം അതിന് മാത്രം ഒരു തേങ്ങയും കോൺഗ്രസ് ചെയ്തിട്ടില്ലല്ലോ. അതേസമയം ശോഭാ സുരേന്ദ്രന് ആദ്യഘട്ടം മുതൽ എണ്ണി പാലക്കാടൻ ജനതയ്ക്ക് എന്ത് ചെയ്യുമെന്നാ എടുത്തെടുത്തു പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗം. ഇവിടത്തെ ചെറുപ്പക്കാരെ പോലെ ചെറുപ്പക്കാരികളെ പോലെ സ്കിൽ ഉള്ള കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തു പോയി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാലക്കാടിന്റെ അതിർത്തി കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട്ടിൽ വ്യാവസായികമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്നു. കാസർഗോഡ് കഴിഞ്ഞാൽ മംഗലാപുരത്ത് എത്തുമ്പോൾ അവിടെയും വ്യവസായ മുന്നേറ്റം നടക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് കേന്ദ്രത്തിന്റെ നയങ്ങളുടെ ചുവട് പറ്റിക്കൊണ്ട് ധാരാളം കോടികൾ ഓരോ വലിയ വലിയ കമ്പനികളും എയ്ഡുകളും നേടിയെടുത്തുകൊണ്ട് അവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ, ചിപ്സിന്റെ മേഖലയിൽ, അതുപോലെ തന്നെ വലിയ എവിടെയൊക്കെയാണോ ലോകം ഇന്ന് AI ചർച്ച ചെയ്യുന്നത് അതിന്റെ എല്ലാ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തുന്ന സംസ്ഥാനങ്ങളെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ കേട്ടില്ല? എത്ര സുന്ദരമായിട്ടാണ് യുവാക്കളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുക ശോഭാ സുരേന്ദ്രന്. നമ്മുടെ കേരളത്തിലെ യുവാക്കളെ എന്ന് പറയുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ വലിയ രീതിയിൽ സ്കില്ലുള്ള യുവാക്കളുണ്ട്. അവര് നമ്മുടെ സംസ്ഥാനം വിട്ടോടുക, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ജോലിയും കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അത് ഏത് മേഖലയാണെങ്കിലോ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും വലിയ രീതിയിൽ ഈ യുവാക്കൾക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ അതില്ല. എണ്ണി പറയാ. അതിനൊക്കെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരും. ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുന്ന, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഏതൊരു വീഡിയോ എടുത്തു നോക്കിയാലും യുവാക്കൾക്ക് വേണ്ടി, അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി, അവിടെയുള്ള ഉദ്യോഗവർഗത്തിന് വേണ്ടി, അങ്ങനെ ഓരോ ആളുകളെയും എണ്ണി പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് അവര് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് എന്തു കൊണ്ടുവന്നു, കേരളത്തിൽ എന്തു കൊണ്ടുവന്നു, ഇനി ഞാൻ ഇവിടെ വിജയിച്ചാൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് 24 മണിക്കൂറും പാലക്കാടൻ ജനതയോട് പറയുമ്പോ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി പറയാ, ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരൂ,
എന്താണ് പിഷാരടിയോടൊക്കെ ഇതിന് മറുപടി പറയാനുള്ളത്? ഒരാള് എന്ന് പറയുന്നത് ജനതയെ തിരിച്ചറിയുന്ന, കൃത്യമായിട്ട് സാധാരണക്കാരുടെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള, കൃത്യമായിട്ട് എതിർ രാഷ്ട്രീയക്കാരുടെ കുറവുകൾ എന്താണ്, അവരുടെ വ്യക്തിപരമായ കുറവുകൾ, രമേശ് പിഷാരടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിൽ നിന്ന് ഒരക്ഷരം പുറത്തു വരില്ല. പക്ഷേ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് പാലക്കാട് ഒരു ഉണ്ടയും കൊണ്ടുവരാൻ സാധിക്കൂല എന്നുള്ളത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ? അത് അവർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രമേശ് പിഷാരടിയുടെ നിലപാട് എന്താണ്? വ്യക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായ കടന്നാക്രമണങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടും ഉയരുക തന്നെ ചെയ്യും. നമ്മുടെ ഈ പറയുന്ന പാലക്കാടൻ ജനതയ്ക്ക് എന്താണോ ആവശ്യം അത് പരിഹരിച്ച് അതൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലെ UDFിലോ LDFിലെ സ്ഥാനാർത്ഥിയെ അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. സകല മലയാളികളും ഈ പറയുന്ന പ്രത്യേകിച്ച് പാലക്കാടൻ ജനത തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഈ പിഷാരടിയെ വിജയിച്ചു കഴിഞ്ഞാൽ കാണൂ. ഇനി വിജയിക്കുകയാണെങ്കിൽ ഇതൊക്കെ പാലക്കാടൻ ജനത ചിന്തിക്കേണ്ടതാ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഉണ്ടാവും. അവിടെ വിജയിച്ചാൽ അവിടെ 5 വർഷക്കാലവും അവിടെ തന്നെ ഉണ്ടാവും. അവിടെ വീടെടുത്ത് അവിടെ തന്നെ ഉണ്ടാവും 5 വർഷവും. ഈ പറയുന്ന പിഷാരടിക്ക് മമ്മൂട്ടിയുടെ ഒപ്പം പോകാനല്ലേ സമയമുള്ളൂ? മമ്മൂട്ടിയെ കൊണ്ടുവരാൻ മതി. ഇടക്കിടക്ക് മുട്ടപ്പീര ഇടുന്നത് പോലെ, പിഷാരടി പറയുന്നത് പോലെ ഓരോ മാസത്തിലും മമ്മൂട്ടിയെ കൊണ്ടുവന്നൊന്ന് കാണിക്കാൻ മതി പാലക്കാടൻ ജനതക്ക്. അതാണല്ലോ വലിയ വാഗ്ദാനം. യഥാർത്ഥത്തിൽ പാലക്കാടൻ ജനത വലിയ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. കോൺഗ്രസ് പാലക്കാടൻ ജനതയെ അപമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പെണ്ണ് കേസ് ഉണ്ടായിട്ട് പോലും പിൻവലിപ്പിച്ചിട്ടില്ല, രാജിവെപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്താക്കി. ഏത് രീതിയിൽ? കോൺഗ്രസ് പറയാണ് ഞങ്ങൾ പുറത്താക്കി, ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതായത് കോൺഗ്രസിന് അപമാനം വരുന്നതിന് പെണ്ണ് കേസ് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പുറത്താക്കി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. അതേസമയം MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിട്ടില്ല. കാരണം എന്താ? പാലക്കാടൻ ജനത അപമാനിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ, ഞങ്ങൾ കോൺഗ്രസ്സുകാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് കോൺഗ്രസ് എടുത്ത നിലപാട്? അതേ കോൺഗ്രസ് രമേശ് പിഷാരടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. രമേശ് പിഷാരടി വലിയ അഹങ്കാരത്തിലൊക്കെയാ പറയുന്നത്, ഞങ്ങള് മമ്മൂട്ടിയെ കൊണ്ടുവരും. കൊള്ളാം, നല്ല സ്ഥാനാർത്ഥി ഏതാലോ. ഇതാണ് രമേശ് പിഷാരടി ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ്. ശോഭാ സുരേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ഒപ്പം നിലകൊള്ളുന്ന, സാധാരണക്കാരുടെ ശബ്ദമാവുന്ന രാഷ്ട്രീയമാണ് ശോഭാ സുരേന്ദ്രന്റേത് എന്നുള്ളതും സകല പാലക്കാടൻ ജനതയും തിരിച്ചറിയുക.